ഈ നബിദിനം സ്പെഷ്യൽ എപ്പിസോഡിൽ നമ്മുടെ കൂടെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള വിജയ് മാധവും ദേവികയും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ കൂടുതൽ വിശേഷങ്ങളിലേക്കും പാട്ടുകളിലേക്കും ഒക്കെ നമുക്ക് പോകാനുണ്ട്. അപ്പോൾ അവരെയും കൂടി ഞാൻ ഈ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് വെൽക്കം ചെയ്യാം. അപ്പോൾ റെഡ് കാർപ്പറ്റിലേക്ക് രണ്ടുപേർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നിങ്ങളൊരു സ്പെഷ്യൽ എപ്പിസോഡിലാണ്. നമ്മുടെ മുഹമ്മദ് നബി ജന്മദിനമായ നബി ദിനത്തിൽ നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഫെസ്റ്റിവലിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഓർമ്മകൾ ഷെയർ ചെയ്യാനുണ്ട്? ഇല്ല, നബിദിനത്തിന് ഞാൻ ഇതുവരെ സ്റ്റേജ് പ്രോഗ്രാംസ് ഒന്നും ചെയ്തിട്ടില്ല. ഇതാണിപ്പോ ചെയ്യുന്ന സ്റ്റേജ് ആദ്യമായിട്ടാണ്. ആൻഡ് കല്യാണത്തിന് ശേഷം അഭിനയിക്കാൻ വിടണം, അതിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് ഒക്കെ നിങ്ങൾ തമ്മിൽ നടത്തിയോ? നല്ല സംഭവങ്ങൾ, നല്ല വർക്ക് വന്നു കഴിഞ്ഞാൽ ചെയ്യുന്നോണ്ട്. വിജയ് സ്ക്രിപ്റ്റ് എഴുതുന്ന സിനിമയിൽ ദേവികയെ നായികയാക്കൂ? നായികയാക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അല്ല, ഞാൻ പറഞ്ഞു പുള്ളിക്കാരെടുക്ക, അതായത് ഇതുവരെ നിങ്ങൾ സിനിമയിൽ ചെയ്തതിനേക്കാളും മികച്ച ഒരു സംഭവം ഞാൻ തരും. അത് ഞാൻ തരുമെന്ന് പറയാനായിട്ട് എനിക്ക് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. അത് വലിയ പടവാ. അപ്പൊ എനിക്ക് അവരുടെയൊക്കെ പെർമിഷൻ പിന്നെ അവർ തരണം, കാരണം ഞാൻ ഉണ്ടാക്കിയതാണ്. പക്ഷെ അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല. ഈ ദേവികയിലെ ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടോ ദേവികയില് ഇത്രയും നാളും പരിചയപ്പെട്ടതില്? സത്യം തുറന്നു പറഞ്ഞോളൂ. പക്ഷേ സത്യം ഞാൻ തുറന്നു പറയും. പുള്ളിക്കാരി സത്യം തുറന്നു പറയത്തില്ല, മനസ്സിലായോ? സ്വാസിയുടെ മുഖത്ത് നോക്കി ഞാൻ കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ല എന്ന് പറയും. സ്വാസിയെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ എന്ന് ഞാൻ നോക്കുന്നില്ല. അപ്പൊ എന്തുണ്ടെങ്കിലും സത്യസന്ധമായി മുഖത്ത് നോക്കി ഞാൻ മുഖത്ത് നോക്കി പറയും. അത് ദേവികയോടൊന്നോ സ്വാസികയോടൊന്നോ അല്ല, ഞാൻ എല്ലാവരോടും പറയും. എനിക്ക് എല്ലാവരും ഒരുപോലെ. പക്ഷെ അതൊരിക്കലും വർക്കൗട്ട് ആവത്തില്ല. പലയിടത്തും എനിക്ക് തന്നെ ബുദ്ധിമുട്ടായിട്ടുണ്ട്. പക്ഷെ അതിലെനിക്ക് ദോഷമില്ല, കാരണം ഞാൻ ചെയ്യുന്നത് ശരിയാണ്. ഇനി ദേവികയുടെ കാര്യം പറയൂ. ദേവിക വിജയിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി ഇതാണ്. ഒന്ന് സത്യസന്ധത, പിന്നെ ക്ലാരിറ്റി. പറയുന്നത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഞാനതല്ല, ഞാൻ പ്രവർത്തി കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ പറയുക. പക്ഷെ അതെ, എന്തോ ആണെങ്കിലും നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. ഇപ്പൊ ആ പ്രോസസ്സിലൂടെയാണ് ദേവിക പോകുന്നത്. കുറച്ച് കഴിയുമ്പോൾ അത് അഡ്ജസ്റ്റ് ആയിട്ട് മാഷിനെ പോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യരുത്, അപ്പോഴാണ് പ്രശ്നം. ഇവിടെ നമ്മൾ റെഡ് കാർപ്പറ്റ് ഷോ ആണ് നടക്കുന്നത്. അല്ല, കുറച്ച് കഴിയുമ്പോൾ അതിലേക്ക്, ആ സ്വഭാവത്തിലേക്ക് ഇഴുകി ചേരും. അല്ല, അത് ശരിയായിട്ട് തോന്നണം. ഇപ്പൊ സ്വാസിയോട് ഞാൻ ഒരു കാര്യം പറയുമല്ലേ, ഞാൻ പറഞ്ഞെന്ന് കരുതി ചെയ്യുന്നത് മോശം. അപ്പൊ നാളെ എന്റെ ആവശ്യം വേണ്ടി വരും. സ്വന്തം ബ്രെയിനിലിട്ട് അത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ നെക്സ്റ്റ് ടൈം എന്റെ ആവശ്യമില്ലല്ലോ. ഞാൻ ഒന്നും പറയുന്നില്ല. എന്താന്ന് വെച്ചാൽ ജീവിച്ച് സുഖമായി തുടങ്ങിയത് അവിടെ അടച്ചു മാറി. പക്ഷെ എന്റെ മനസ്സ് പറയുന്നു നിങ്ങൾ രണ്ടുപേരും പൊളിയാണെന്ന്, അടിപൊളിയാവുന്നു. എന്റെ മനസ്സ് പറയുന്നു ആവണം. അപ്പൊ ഈ നബിദിനം ആയതുകൊണ്ട് നമ്മൾ ഈ പുണ്യദിനത്തിൽ നിങ്ങളുടെ പുണ്യമായ ജീവിതത്തിന്റെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. അതുപോലെ തന്നെ പുണ്യം ജീവിതത്തിൽ സംഭവിക്കട്ടെ. അപ്പൊ ദേവിക ആൻഡ് വിജയ്, ഇനി നമ്മുടെ നബിദിനം സ്പെഷ്യൽ എപ്പിസോഡിൽ നമുക്കൊരു ഗസ്റ്റിനെ വിളിക്കാനുണ്ട്. എനിക്ക് ആ കുട്ടിയുടെ സ്റ്റോറി ഒക്കെ കേട്ടപ്പോൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് എനിക്ക് തോന്നിയത്. നന്നായിട്ട് വരയ്ക്കുന്ന ഒരു പെൺകുട്ടിയാണ്, അത് മാത്രം ഞാൻ പറയാം. അപ്പോൾ ബാക്കി അവർ വന്നിട്ട് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ നിങ്ങൾ ചോദിക്കാം. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്, വരുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പൊ എന്തായാലും വളരെയധികം സ്നേഹത്തോടെ നമ്മുടെ റെഡ് കാർപ്പറ്റ് ഷോയിലേക്ക് സ്വാഗതം ചെയ്യാം ജസ്ന. അപ്പൊ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. നബിദിന ആശംസകൾ. എന്തുണ്ട് വിശേഷങ്ങൾ? പറയൂ. സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. നല്ല ചിരിച്ച മുഖത്തോടു കൂടിയാണ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്. അപ്പോൾ ജസ്നയുടെ സ്റ്റോറീസ് ഒക്കെ കേട്ടപ്പോൾ ശരിക്കും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. കാരണം കൃഷ്ണന്റെ പടമാണ് ഏറ്റവും കൂടുതൽ ജസ്ന വരയ്ക്കുന്നത്, അല്ലേ? ഓൾമോസ്റ്റ് 500 പടങ്ങൾ വരച്ചിട്ടുണ്ടാവും. 500-ലധികം. അതെല്ലാം കൃഷ്ണനാണ്. അപ്പൊ കൃഷ്ണനോട് എന്താണ് ഇങ്ങനെ ഒരു ഇഷ്ടം തോന്നാൻ കാരണം? അല്ലെങ്കിൽ ഏതൊരു സിറ്റുവേഷനിലാണ് കൃഷ്ണന്റെ പടം വരയ്ക്കാമെന്ന് തീരുമാനിച്ചത്? ഇഷ്ടം തോന്നാൻ കാരണം എന്ന് വെച്ചാല് എന്റെ ഫാമിലി എന്ന് വെച്ചാൽ ഭയങ്കര മതപരമായിട്ട് നടക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അവര് കുഞ്ഞിലെ എന്നെ കണ്ണാന്ന് വീട്ടിൽ വിളിക്കായിരുന്നു. എന്നെ വീട്ടിൽ വിളിക്കുന്നവര് കണ്ണനായിരുന്നു. അപ്പോൾ കണ്ണനെ കണ്ടിട്ടൊന്നുമില്ല, കണ്ണൻ എന്താന്ന് അറിയില്ല. കാരണം വീടിന്റെ അടുത്ത് അമ്പലവും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡാണ് ആദ്യമായിട്ട് കണ്ണനെ കാണിച്ചു തരുന്നത്. അവരുടെ സുഹൃത്തിന്റെ വീട്ടിൽ പോയ സമയത്ത് എന്നെ വീട്ടിൽ വിളിക്കുന്ന പേരായതുകൊണ്ട് അതുകൊണ്ട് കാണിച്ചു തന്നതാണ്. ഇതാണ് കണ്ണൻ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യമായിട്ട് കണ്ണനെ കണ്ടപ്പം ഭയങ്കര ഇഷ്ടമായി. കാരണം ഒരു കുഞ്ഞു വാവ, ആരെ നോക്കിയാലും ചിരിച്ചോണ്ട് നിൽക്കുന്ന ഒരു വാവ. അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി.
അങ്ങനെ പിന്നീട് അങ്ങോട്ട് കണ്ണനെ നോട്ട് ചെയ്യൽ തുടങ്ങി ഞാൻ. എവിടെ കണ്ടാലും കണ്ണനെ നോട്ട് ചെയ്യും. ഗുരുവായൂർ അമ്പലത്തിനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട്, പോയിട്ടില്ല അങ്ങനെ. പക്ഷെ കണ്ണനോട് ഭയങ്കര ഇഷ്ടം തോന്നി തുടങ്ങി. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിനെ ഗർഭിണിയായിരിക്കുകയായിരുന്നു. എനിക്ക് 2 മക്കളാണുള്ളത്. അപ്പം അതേ സമയത്ത് തന്നെയായിരുന്നു എൻ്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീട് പൊളിച്ചിട്ടത് കൊണ്ട് ഞങ്ങളൊരു ഷെഡ് വെച്ചിട്ട് അതിലായിരുന്നു താമസം. അപ്പോൾ ഇതിലെ വാർപ്പിന് കൊണ്ടുവന്ന കുറച്ച് കടലാസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിലായിട്ട് ഒരു കണ്ണൻ്റെ ഫോട്ടോ കണ്ടു. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്നോട് ചിരിക്കുന്ന പോലെയൊക്കെ തോന്നി എനിക്ക്. അങ്ങനെ ഞാനത് ഇരുന്ന് വരച്ചു. വീട്ടിലാരും ഇല്ലായി, മോന് ക്ലാസ് പോയതാണ്, കാക്ക പണിക്ക് പോയതാണ്. അപ്പം ഇക്കാക്ക വീട്ടിൽ വന്ന സമയത്ത് ഞാൻ ആദ്യം കാണിച്ചു കൊടുത്ത് ഈ കണ്ണൻ്റെ ഫോട്ടോ. അപ്പം ഇക്കാക്ക പറഞ്ഞു കണ്ണൻ അടിപൊളിയാണ്, പക്ഷെ ഇത് വീട്ടിൽ വെക്കണ്ട. എൻ്റെ വീട്ടുകാരെ പറ്റിയാണ് പറയുന്നത്, ഹസ്ബൻഡിൻ്റെ വീട്ടുകാർക്ക് ഒരു വിഷയമില്ല. നിൻ്റെ വീട്ടുകാരറിഞ്ഞാൽ അതൊരു പ്രശ്നമായിരിക്കും, നീ അത് നശിപ്പിച്ച ആളെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു കാക്ക ആദ്യമായിട്ട് വരച്ചതാണ്, നന്നായിട്ടുണ്ട്, ഒരു മനസ്സിനൊരു തൃപ്തി വന്നൊരു ഫോട്ടോ. നമുക്ക് എൻ്റെ നാട്ടിൽ തന്നെ ഒരു നമ്പൂതിരി ഫാമിലി ഉണ്ട്, എൻ്റെ സുഹൃത്തുക്കളാണ്. നമുക്ക് അവർക്ക് ഗിഫ്റ്റ് കൊടുത്താലോ എന്ന് ചോദിച്ചു. അങ്ങനെ ഇക്കാക്ക പറഞ്ഞു ഓക്കെ ഞാൻ എന്നാൽ ഫ്രെയിം ചെയ്ത് കൊണ്ടുതരാമെന്ന് പറഞ്ഞു. ഇക്കാക്ക ഫ്രെയിം ചെയ്ത് കൊണ്ടുതന്നു. ഞങ്ങളത് അവിടെ ഗിഫ്റ്റായിട്ട് കൊണ്ടു കൊടുക്കുകയും ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ നാട് എന്ന് പറഞ്ഞാൽ അത്രയും മുസ്ലിംസ് മാത്രം തിങ്ങിപ്പാർക്കുന്നൊരു ഏരിയയാണ്, താമരശ്ശേരി പൂനൂര് എന്ന് പറയും. അപ്പോൾ ഇതേ നാട്ടിൽ തന്നെയാണ് ഞാൻ ഫോട്ടോയും കൊണ്ടു കൊടുത്തത്. അപ്പോൾ അവർക്കതൊരു കൗതുകമായി. കാരണം പൂനൂരുള്ളൊരു കുട്ടി കണ്ണനെ വരയ്ക്കുന്നുണ്ട്, അത് വല്ലാത്തൊരു അത്ഭുതമെന്ന് പറഞ്ഞു. കാരണം ദീനപരമായിട്ട് നടക്കുന്ന ആൾക്കാരാണ്. പിന്നെ എന്ന് വെച്ചാൽ ഈ ഫോട്ടോ വീട്ടിൽ വന്നാലും നമ്പൂതിരിൻ്റെ വീട്ടിൽ പല പല നല്ല കാര്യങ്ങളും നടന്നു പോലും അവരവകാശപ്പെടുന്ന കാര്യമാണ് ഫോട്ടോ വന്നതിന് ശേഷം. അപ്പൊ ഈ നമ്പൂതിരിൻ്റെ അടുത്ത് അമ്പലത്തിൽ വരുന്ന ആൾക്കാരെടുത്ത് അല്ലെ നൂല് കെട്ടാൻ ബാധ ഒഴിപ്പിക്കാനൊക്കെ നമ്പൂതിരിൻ്റെ അടുത്ത് ആൾക്കാർ വരുത്തുന്നുണ്ട്. അപ്പം ഇവരുടെ അടുത്തൊക്കെ നമ്പൂതിരി കഥ പറയൽ തുടങ്ങി. ഈ ഫോട്ടോ കണ്ടോ, ഇതൊരു മുസ്ലിം കുട്ടി വരച്ചതാണ്, ഈ ഫോട്ടോ ഇവിടെ കയറിയതിന് ശേഷം ഞങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ നമ്പൂതിരിൻ്റെ അടുത്ത് നിന്ന് ഓരോരുത്തർ എൻ്റെ നമ്പർ മേടിച്ചിട്ട് വിളിക്കാൻ തുടങ്ങി. അപ്പോൾ വിളിച്ച് എന്നോട് ഫോട്ടോ ചോദിച്ച് അവരുടെ ആവശ്യങ്ങളും പറയും. അപ്പോൾ വരച്ചു കൊടുത്തു നോക്കുമ്പോൾ അവർക്കും കാര്യം സാധിച്ചു, വാങ്ങുന്നവർക്കൊക്കെ കാര്യങ്ങൾ സാധിക്കുന്നുണ്ട് പോലും. നമ്പൂതിരിക്ക് മെയിനായിട്ട് എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളില്ലായിരുന്നു. അവിടെ അവരുടെ വൈഫ് പ്രഗ്നൻ്റ് ആയതാണ് നമ്പൂതിരിക്ക് എടുത്ത് വെച്ച് പറയാൻ പറ്റിയ ഒരു കാര്യം. അതേമാതിരി പലരും പല അനുഭവങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കാര്യം എന്താ വെച്ചാൽ ഞാനൊരു മുസ്ലിം കുട്ടിയാണ്, എൻ്റെ വീട്ടിൽ വരച്ച് വെച്ചിട്ടില്ല. അപ്പം ഞാനത് ലൈഫിൽ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാത്തത് കൊണ്ട് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റൂല. അവരുടെ ഓരോരുത്തരുടെ വിശ്വാസം കാക്കാൻ വരയ്ക്കുന്നു എന്നേ ഉള്ളൂ. ഇത് വരച്ചതിന് ശേഷം ഫാമിലിയിൽ ഇപ്പം അതായത് ജസ്നയുടെ ഫാമിലിയിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് നടന്നോ? ഇങ്ങനെയൊക്കെ അറിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും അവർ കണ്ടിട്ടുണ്ടാവുമല്ലോ. എന്താ വെച്ചാൽ ഫാമിലിയിൽ എൻ്റെ ഉമ്മ ഉപ്പ, എനിക്ക് 2 ഇത്താത്തമാരുള്ളത്, അവർക്ക് അല്ലെ എൻ്റെ ഭർത്താവിന് അവരുടെ ഫാമിലിക്കൊന്നും ഒരു വിഷയമില്ല. പക്ഷെ ഉമ്മയുടെ കുറച്ച് കുടുംബക്കാരുണ്ട്, അവർക്കാണ് വിഷയങ്ങൾ. മാനസികമായിട്ട് വല്ലാതെ ടോർച്ചർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നെ. പക്ഷെ അവരൊന്നും ഇത് മതപരമായിട്ട് എടുക്കുമ്പല്ലേ ഇതൊരു തെറ്റായിട്ട് വരുന്നുള്ളൂ. ഒരു ജോലിയാന്ന് കൂട്ടിയാ പോലെ, ഇത് എനിക്കൊരു വരുമാന മാർഗമാണ്. അങ്ങനെ കൂട്ടുക വെച്ചാൽ ഇതൊരിക്കലും തെറ്റല്ലല്ലോ. ഏത് മതത്തിനെ പിടിച്ച് പറയുകയാണെങ്കിലും, ഒരു ഞാനെന്ന് പറയാ പുറത്തുനിന്ന് ഇപ്പോൾ ഒരാൾ കുറ്റം പറയുകയാണെങ്കിലും വീട്ടിൽ നിന്ന് കുറ്റം പറയുകയാണെങ്കിലും ഒരു പെണ്ണിനെ കുറ്റം പറയാൻ വേണ്ടിയിട്ടൊരു കിതാബിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടില്ല. പക്ഷെ പിന്നെ എങ്ങനെ ഇവരെന്നെ കുറ്റം പറയാ? ഇവരെ ദീനപരമായിട്ട് പിടിച്ചിട്ട് പറയാണല്ലോ. ഈ 2 ദിവസം മുമ്പ് വരെ ഉമ്മാൻ്റെ അടുത്ത് ഫാമിലിയിൽ നിന്ന് പലരും വിളിച്ച് ചോദിച്ചിട്ടുണ്ടോ ലോക്ക് കബറിൽ കിടക്കണ്ടേ? അപ്പം ഉമ്മ പറഞ്ഞോ ലോളോ കബറിൽ ഒളറ്റക്കാ കിടക്കുക, നിങ്ങളാരും പോവണ്ടെന്ന് പറഞ്ഞോലെ. അത്രമാത്രം ഇപ്പം എൻ്റെ ഉമ്മയും വാപ്പയും അല്ലെ എൻ്റെ ഇക്കാക്കി എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അത് വലിയ കാര്യമാണ്. ഇപ്പൊ ഉമ്മയും ഉപ്പയും ഇക്കാക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ നേരത്തെ സംസാരിച്ച സമയത്ത് അതായത് മാനസികമായി ബുദ്ധിമുട്ടിയിട്ട് ഇത് നിർത്തണം, ഈ ഒരു വരയ്ക്കുന്നത് നിർത്തണം, അതിൻ്റെ ഇടയ്ക്ക് സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ചു, അങ്ങനെയൊക്കെ കേട്ടു. അങ്ങനെയൊക്കെ ഇൻസിഡന്റ് ഉണ്ടായോ? ഉണ്ടായിട്ടുണ്ട്. സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിൽ രക്ഷപ്പെട്ടു പോയി. കാരണം ഒറ്റപ്പെടുത്തൽ നമ്മളെ വല്ലാതെ എന്താ പറയുക, നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മൾ ഒറ്റപ്പെടുത്തുമ്പോൾ അത് വല്ലാത്തൊരു വേദനയാണ്. ആ വേദന കൊണ്ട് ഞാൻ മരണത്തിന് കീഴടങ്ങാൻ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ചെല്ലാനായിട്ടില്ല എന്ന് പടച്ചവൻ പറഞ്ഞ് തിരിച്ചെന്നെ ഇങ്ങോട്ട് തന്നെ വിട്ടു. പക്ഷേ ഇതൊരു ഭയങ്കര അനുഗ്രഹമല്ലേ? കാരണം താങ്കൾ വരയ്ക്കുന്ന ഒരു സാധനം കൊണ്ട് ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെടുക എന്നല്ലേ പറയുന്നത്? തീർച്ചയായിട്ടും അതല്ലേ ഇതിലെ ഏറ്റവും വലിയ നിയോഗം, സത്യമല്ലേ?
അല്ലാതെ വരയ്ക്കാൻ പറ്റുമോ? അല്ലാതെ ഞാൻ ഒരിക്കലും ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ഭൂപടം വരെ ഞാൻ കോപ്പി അടിച്ചിട്ടുണ്ട്. സത്യം പറയാ. കാരണം ടീച്ചർ വരച്ചുണ്ടാവാൻ പറഞ്ഞിട്ട് ഇത് വരയ്ക്കാൻ അറിയാഞ്ഞിട്ട് എണ്ണ വെച്ചിട്ട് ഇതാക്കിയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത്ര പോലും എനിക്ക് വരയ്ക്കാൻ അറിയില്ല. പിന്നെന്ന് വെച്ചാല് ഈ കൃഷ്ണനെ മാത്രം വര തുടങ്ങിയപ്പം പലയിടത്തുനിന്നും പല പ്രഷറും വന്നിട്ടുണ്ട്. അങ്ങനെ കാക്ക പറഞ്ഞു, കൃഷ്ണനെ മാത്രം നീ വരയ്ക്കല്ലേ, നീ വേറെയും വരച്ചു നോക്ക് എന്ന് പറഞ്ഞിട്ട് എൻ്റെ നാട്ടിൽ തന്നെ ഓടക്കാളി ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്. അവരെന്നെ വിളിച്ച് എന്നോട് ചോദിച്ചു, ഒരു ധനലക്ഷ്മിനെ വരച്ചു തരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിനെന്താ, ഞാൻ വരച്ചു തരാമല്ലോ എന്ന് പറഞ്ഞ് വരച്ചു തന്നു. ഇന്നും ആ അമ്പലത്തിൽ ആ ധനലക്ഷ്മി ഉണ്ട്. പക്ഷേ പറ്റ പാവപ്പെട്ട വീട്ടിലെ ധനലക്ഷ്മിയാണ്. ഒരിക്കലും അതൊരു ധനലക്ഷ്മിയാണ് നടിയില ഞാൻ എഴുതി വെക്കണം. ഞാൻ വരച്ചതിന്റെ പേരിൽ, ഏൽപ്പിച്ചതിന്റെ പേരിൽ അത് അവരവിടെ മേടിച്ചു വെച്ചു. പിന്നെന്ന് വെച്ചാൽ ഗണപതിനെ വരച്ചു കൊടുക്കാൻ പറഞ്ഞു. ഗണപതിനെ വരച്ചു കൊടുത്തു. ഗണപതി നന്നായില്ല. പിന്നെ കൃഷ്ണനെ വരച്ചു കൊടുത്തു. എന്നുവെച്ചാൽ വലിയ കണ്ണനുണ്ടല്ലോ, കൃഷ്ണനെ വരച്ചു കൊടുത്തു. അതിനെ വരച്ചു കൊടുത്തിട്ട് അത് നന്നായില്ല. പക്ഷെ ഈ ഉണ്ണിക്കണ്ണന എനിക്ക് ഭയങ്കരമായിട്ട് പെർഫെക്ഷനോടുകൂടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് എനിക്കും ഒരു തൃപ്തി വരുന്നുണ്ട്. നമ്മളിപ്പം പൈസ മേടിക്കുമ്പോൾ അവരുടേതും എന്റെയും മനസ്സ് നിറയുന്ന ഒരു കണ്ണനാണ് ഇപ്പം ഞാൻ നിലവിൽ വരച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ധനലക്ഷ്മിന്റെ അടുത്ത് എനിക്ക് കിട്ടിയിട്ടില്ല. അത് അമ്പല കമ്മിറ്റിക്കാർക്കും ഇല്ല. കാരണം അവരത് ഗതികേട് കൊണ്ട് മേടിച്ചു. കാരണം എന്റെ അടുത്ത് ഏൽപ്പിച്ചു പോയല്ലോ, ഇത് ഞാൻ വരച്ചും പോയല്ലോ, അപ്പൊ മേടിക്കാതിരിക്കാൻ ഒഴിവില്ലല്ലോ. അങ്ങനെ മേടിച്ചതാണ് അവര്. നമ്മള് എന്തൊരു ജോലി ചെയ്യുകയാണെങ്കിലും മനസ്സറിഞ്ഞ് ചെയ്യണം. അതെനിക്ക് കിട്ടാത്തോണ്ട് പിന്നെ കണ്ണനായി വന്നതാണ്. അതും വെണ്ണക്കണ്ണം മാത്രം. അപ്പൊ ഇതായിരിക്കും എന്റെ യോഗം എന്ന് കരുതി ഇതിൽ അങ്ങ് മുന്നോട്ട് പോകുന്നു. വരച്ചു കൊടുത്തിട്ടുണ്ട്. ഓർമ്മയിൽ പെട്ടെന്ന് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരുണ്ട്. ആദ്യം തന്നെ ഞാൻ പറയുന്നത് മാതാമൃതാനന്ദമയ്യാണ്. അമ്മക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അമ്മക്ക് കൊടുത്ത ലൈഫിൽ വലിയൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം കാണാൻ ഞാൻ അവിടെ പോയി, വള്ളിക്കാവിൽ പോയി. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഞാൻ ഇക്കാക്കനോട് പറഞ്ഞു, ഇക്കാക്കെ അമ്മേൻ്റെ അടുത്ത് പോകാനൊന്നും പറ്റൂല, അത് കൊടുക്കാനൊന്നും പറ്റൂല എന്ന് തന്നെ. എനിക്ക് ഭയങ്കര വിഷമമായോ. അപ്പോഴേക്ക് അമ്മ എന്നെ കണ്ടപ്പോഴേക്ക് വാ മോളെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചോട്ട്, ഇത്രയും കാലം മോള് ഇത് എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. അപ്പം എനിക്ക് ആകെ ഷോക്കായി പോയി. കാരണം ഒരുപാട് ആൾക്കാരിൽ ചിലർക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമായിരിക്കും അത്. അപ്പം അമ്മയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ വരെ എനിക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റി. അതെന്നെ ഭയങ്കര ഷോക്കാക്കി. ഡ്രോയിങ് പഠിക്കാത്ത ഒരാളാണ് സത്യം ഇത്രയും പടങ്ങൾ വരച്ച്, അതും ഇത്രയും നല്ല നല്ല അനുഭവങ്ങൾ. ശരിക്കും ഇതൊരു ദൈവികമായിട്ടുള്ള ഒരു കഴിവുള്ള ആൾ തന്നെയാണ് ഞങ്ങളുടെ മുന്നിലിരിക്കുന്നത്. എങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ ഹസ്ബൻഡ് ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും അദ്ദേഹം കൂടെ തന്നെ കട്ട സപ്പോർട്ടായിട്ടും ഉണ്ട്. അദ്ദേഹം എന്ന് വെച്ചാൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. അപ്പം മുമ്പേ പറയും ജാതിയും മതവും അല്ല, മനുഷ്യനാ വലുത് എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ഒരാളാണ്. പക്ഷെ ഭയങ്കര വിശ്വാസിയാട്ടോ. ഒരിക്കലും വിശ്വാസക്കേടോ അല്ലെ, മതപരമായിട്ട് ഭയങ്കര വിശ്വാസമാണ്. എന്നാൽ പോലും കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയാണ്. പിന്നെ വീടിന്റെ തൊട്ടടുത്ത് അമ്പലമുണ്ട്. അപ്പൊ ഈ അമ്പലത്തിൽ ഉത്സവമുള്ള സമയത്ത് ഇക്കാക്കയാണ് മുമ്പിൽ, ഇക്കാക്കൻ്റെ ഏട്ടന്മാരൊക്കെയാണ് മുമ്പിൽ നടക്കുക. അപ്പൊ അവര് ഈ ജാതി മതം നോക്കാതെ, ഫാമിലി തന്നെ അങ്ങനെയാ, ജാതി മതം നോക്കിയിട്ടല്ല ഒരു മനുഷ്യരുടെ അടുത്ത് മിണ്ടുക. ഈ പറഞ്ഞതുപോലെ എന്റെ ഉമ്മയുടെ ഫാമിലിക്കാർക്ക്, ഉമ്മയുടെ ഫാമിലിയാണോ ഏറ്റവും എതിർപ്പായിട്ട് നിൽക്കുന്നത്? എതിർപ്പായിട്ട് നിൽക്കുന്നത് അതാണ്. ഈ അതായത് ഈ ജോലി ചെയ്യണ്ട, വേറെ ജോലിക്ക് പോയിക്കൂടെ, അങ്ങനെ കാശുണ്ടാക്കി കൂടെ എന്നൊക്കെ ചോദിക്കുന്ന വീട്ടുകാര്? തീർച്ചയായിട്ടും അതിവിടെ പറയാൻ പറ്റില്ല അത്രയും. കാരണം ഒരു നമ്മുടെ സമൂഹം ഏറ്റവും മോശപ്പെട്ട ജോലി എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാം. അതിനെക്കാട്ടിലും തരം താഴ്ന്ന പണിയാണ് ഇത് എന്നെൻ്റെ ഫാമിലി എന്ന് വെച്ചാൽ എൻ്റെ ഉമ്മയുടെ അനിയത്തിയുടെ മകൻ എന്നെ വിളിച്ചു പറഞ്ഞു. ശരിക്കും മാനസികമായിട്ട് തകർന്ന് ഞാൻ ഒരാഴ്ചയോളം എന്ന് പറഞ്ഞിട്ട് അതിൽ കരഞ്ഞ് ഭക്ഷണമൊക്കെ കഴിക്കും. ഞാൻ ഇക്കാക്കനോട് ഇങ്ങനെ വിളിച്ചു പറയും, ഇക്കാക്ക എന്തിനാ കാക്ക ഓലൊക്കെ ഇന്നിങ്ങനെ, ഞാൻ ആരുടെ അടുത്തേക്ക് ഒന്നിനും പോകുന്നില്ല. ഞാനെന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ജീവിക്കാൻ, അല്ലെ നമ്മുടെ ഒരു കുടുംബത്തിനൊരു താങ്ങായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ജോലി എന്ന രീതിയിലാണ് ചെയ്യുന്നത്. അത് അവർ ഉൾക്കൊള്ളണം എന്ന് എനിക്ക് ആഗ്രഹം. എന്തായാലും ഈ ഒരു ചിലപ്പോൾ ഈ ഒരു ചാറ്റ് ഷോയിലൂടെ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ജസ്റ്റിയുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ് നമ്മുടെയൊക്കെ ഒരു പ്രതീക്ഷ. അത് ഫാമിലിയുടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടോട്ടൽ സൊസൈറ്റിയിൽ നിന്ന് നല്ലൊരു മാറ്റം ഉണ്ടാവട്ടെ. ആൻഡ് ഇത് ശരിക്കും ഒരു ദൈവ നിയോഗമാണ്. താങ്കൾക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഈശ്വരൻ അനുഗ്രഹിച്ച ആ ഒരു വ്യക്തിയെ ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ, ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ. അപ്പൊ നമുക്ക് ആ കണ്ണന്റെ പടം ഏതെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ ഒന്ന് കാണാനായിട്ട്? കാണാൻ കൊണ്ടുവന്നിട്ടുണ്ട്.
അടിപൊളി, എന്തായാലും ഗംഭീരായിട്ടുണ്ട്. അപ്പൊ ഇതാണ് ജസ്ന എല്ലാവർക്കും വരച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ ഇത്രയും വൈറലായ ആ വെണ്ണ കണ്ണനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഫ്ലോറിലും ജസ്ന നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും ദേവികയ്ക്കും വിജയ്ക്കും എനിക്കും ഒക്കെ വേണ്ടിയിട്ട് ഒരു പിക്ചർ വരയ്ക്കാനായിട്ട് ശ്രമം നടത്തുകയാണ്. നമുക്ക് നോക്കാം, അതും കൂടി അങ്ങ് കണ്ടു കളയാം. നമ്മൾ ആദ്യം നമുക്കൊക്കെ വരച്ച് കാണിച്ചു തന്നോ അതേപോലെ തന്നെ. ഇപ്പൊ ദാ റെഡ് കാർപ്പറ്റിന്റെ നമ്മുടെ വേദിയിൽ വെച്ച് നമുക്ക് വേണ്ടിയിട്ട് ജസ്ന വരച്ച വെണ്ണക്കണ്ണനാണ്. അടിപൊളി, നല്ലൊരു കൈ നമ്മുടെ ജസ്നയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു എന്താ പറയുക, ഈ ഒരു പുണ്യ ദിനത്തിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു പുണ്യമായിട്ടുള്ള ഒരു വേദിക്ക് നമ്മുടെ റെഡ് കാർപ്പറ്റ് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ വക ഒരു ചെറിയ സമ്മാനമുണ്ട്. ഹാപ്പി ആണല്ലോ അല്ലേ? സന്തോഷമായി. ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു, അതും അമൃത ടിവിയിലായതുകൊണ്ട് ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളെ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും മുന്നോട്ട് എനിക്ക് വേണം. തീർച്ചയായിട്ടും. അപ്പൊ എല്ലാവരോടും താങ്ക് യു. ഓക്കെ, അപ്പൊ വിജയ് ആൻഡ് ദേവിക, നിങ്ങളും നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് വന്നു, കുറേ വിശേഷങ്ങൾ പങ്കിട്ടു നമ്മള്. സോ എന്ത് തോന്നുന്നു, നമ്മൾ എപ്പിസോഡ് തീരാൻ പോവാണ്, എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ പ്രേക്ഷകരോട്? വിജയ്, പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇതുവരെ തന്ന സ്നേഹം ഇനിയും ഉണ്ടാവണം. ഈ ഷോയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അമൃത ടിവിക്കും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും. ഈ ഷോ ഒരു ഗംഭീര ഷോയാണ്. ഇതും അതുപോലെ തന്നെ തുടർന്ന്, ഇപ്പം സ്റ്റേറ്റ് അവാർഡും കിട്ടിയില്ല, അതെ, ഇനി ഇത് നാഷണൽ അവാർഡ് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഈ ഒരു ദിവസം ആയതുകൊണ്ട് എല്ലാവർക്കും നബിദിന ആശംസകൾ. എൻ്റെയും ദേവിയുടെയും പേരിൽ തന്നെ നബിദിന ആശംസകൾ. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ മനോഹരമായിട്ടുള്ള ഈ പുണ്യമായിട്ടുള്ള ദിനത്തിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു എപ്പിസോഡ് നമുക്ക് സമ്മാനിച്ച ജസ്നയ്ക്കും വിജയ്ക്കും ദേവിയയ്ക്കും എല്ലാവർക്കും എൻ്റെയും റെഡ് കാർപ്പറ്റിന് വക നന്ദി. അപ്പോൾ നമ്മൾ ടാറ്റ ബൈ ബൈ പറയാൻ പോവാണ്. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു കണ്ടസ്റ്റന്റുമായിട്ട് അതിഥിയായിട്ടൊക്കെ നമ്മൾ വരും. സോ കീപ് വാച്ചിങ് us till then, take care and bye bye. This is Red Carpet.